ഡോക്ടർ ജയരാജ്, ഇവിടെ രണ്ടും കൽപ്പിച്ചാണ് ഇ.പി. ജയരാജൻ എന്ന് പറയുന്നു ബി.ജെ.പി. ആയിക്കൂടെ? നമ്മൾ ഇ.പി. ജയരാജന്റെ രാഷ്ട്രീയം കണ്ടിട്ടുണ്ട്. വിഭാഗീയതയുടെ കാലത്ത് പിണറായി വിജയൻ കോർണർ ചെയ്യപ്പെടുന്ന ഘട്ടങ്ങളിലൊക്കെ താങ്കൾ തന്നെ നേരത്തെ ഉപയോഗിച്ച വേർഡ് ഫസ്റ്റ് ലെഫ്റ്റനന്റ് എന്നാണ്. പ്രതിരോധിക്കാൻ ഉണ്ടായിരുന്നു അദ്ദേഹം. പിണറായി വിജയൻ നവകേരള യാത്ര 2009 നടക്കുമ്പോഴാണ് CBI അദ്ദേഹത്തെ SNC ലാവ്ലിൻ കേസിൽ പ്രതിയാക്കുന്നത്. അന്ന് പിണറായി വിജയന്റെ നാക്കായി അദ്ദേഹത്തിന് എതിരെ വരുന്ന സകല ആരോപണങ്ങളെയും തകർക്കുന്ന പരിചയമായി നിന്നത് ഇ.പി. ജയരാജനല്ലേ? ഓർക്കുന്നില്ലേ ആ പ്രസംഗം? ഓടാ പുല്ലേ CBI രോമത്തിൽ തൊടില്ല എന്ന് പ്രഖ്യാപിച്ചത് ഓർക്കുന്നില്ലേ? ആ ഇ.പി. ജയരാജനാണ് ഇന്ന് വ്രണിത ഹൃദയനായി കണ്ണൂരിലേക്ക് കീച്ചേരിയിലേക്ക് തിരികെ പോയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇനി കയ്യും കെട്ടി ശിഷ്ടകാലം രാമായണം വായിച്ചിരിക്കുന്നു നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? രാമായണം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതിനകത്ത് ഈ ഗോപാലകൃഷ്ണൻ എല്ലാ ബഹുമാനത്തോടു കൂടിയും ശ്രീ ഗോപാലകൃഷ്ണനോട് ഒരു കാര്യം പറയാനുള്ളത്, ബി ഗോപാലകൃഷ്ണൻ CPM-ന്റെ പാർട്ടിയുടെ ഘടന എന്താണെന്ന് അറിയത്തില്ല, ആ പാർട്ടിയിൽ നടക്കുന്ന ചർച്ച എന്താണെന്ന് അറിയത്തില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല അത്. കാര്യം അവരുടെ റേഡിയോ പോലെ മേളിൽ നിന്നിങ്ങോട്ട് കെട്ടിയിറക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നൊരു പാർട്ടിയൊന്നുമല്ല. ഇവിടെ ജനാധിപത്യപരമായിട്ട് ചർച്ചകൾ നടക്കുകയും ആ ചർച്ചകൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. അതറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ചില ഊഹാപോഹങ്ങൾ ഇങ്ങനെ പറയുന്നത്. അതിനകത്ത് നടക്കുന്ന എന്താണ്, ഏതെല്ലാം രീതിയിലാണ് ചർച്ചകൾ നടത്തുന്നത്, തിരിച്ചങ്ങോട്ട് പറഞ്ഞാൽ എങ്ങനെയാണ് മറുപടി പറയുന്നത്, താഴെ ബ്രാഞ്ചുകളിൽ നിന്ന് എങ്ങനെ ചർച്ച നടക്കുന്നു, അത് ലോക്കലിൽ എങ്ങനെ എത്തുന്നു, അതിനുശേഷം ഏരിയ കമ്മിറ്റിയിൽ എങ്ങനെ വരുന്നു, ജില്ലാ കമ്മിറ്റിയിൽ എങ്ങനെ വരുന്നു, ജില്ലാ സെക്രട്ടേറിയറ്റിൽ എങ്ങനെ വരുന്നു, സംസ്ഥാന കമ്മിറ്റിയിൽ എങ്ങനെ വരുന്നു, സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിൽ എന്തെല്ലാം ചർച്ചകളാണ് നടക്കുന്നത്, സെൻട്രൽ കമ്മിറ്റിയിൽ എന്ത് നടക്കുന്നു, പോളിറ്റ് ബ്യൂറോയിൽ എന്ത് നടക്കുന്നു എന്നൊന്നും അറിയാതെ സർസംഘചാലകം പറയുന്നത് തൊള്ളതൊടാതെ വിഴുങ്ങുന്നൊരു പാർട്ടിയൊന്നും അല്ല CPM. അത് അഡ്വക്കേറ്റ് ജയശങ്കരൻ കൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഞാനത് പറഞ്ഞത്. അതുപോലെ തന്നെ പിന്നെ KP നൗഷാദ് അലിയോട് എനിക്ക് പറയാനുള്ളത്, പഴയ ബാന്ധവമൊന്നും മറക്കരുത്. PP മുകുന്ദനുമായി ചേർന്ന് K കരുണാകരൻ നടത്തിയ വോട്ട് കച്ചവടം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടുന്ന കച്ചവടമാണ് RSSഉം PP മുകുന്ദനും പിന്നീട് ഈ K കരുണാകരനും കൂടെ നടത്തിക്കൊണ്ടിരുന്നത്. അത് എവിടെ വെച്ചോ നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം പിന്നീട് കോലീബി സഖ്യം ഉണ്ടാക്കി അഡ്വക്കേറ്റ് രത്ന സിംഗിനെ മത്സരിപ്പിച്ചപ്പോൾ ഇതെല്ലാം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എല്ലാവരും ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പിന്നീട് കൃത്രിമമായിട്ട് ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പോൾ തന്നെ അറിയാം, തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധം പുലർത്തുന്ന രീതികൾ, SDPI പോലെയുള്ള പാർട്ടിയുമായിട്ടുള്ള അനുനയങ്ങൾ, കോൺഗ്രസിൻ്റെ അനുനയങ്ങൾ, ഇതെല്ലാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ റിസൾട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നെ തൃശ്ശൂർ ജില്ലയിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ TN പ്രതാപൻ്റെ വോട്ട് മാത്രം നോക്കിയാൽ മതി, 78,000 വോട്ട് എവിടെ പോയി? ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ആരെയാണിത് മറയ്ക്കുന്നത്? എന്തിനാണ് ഇതൊക്കെ മറയ്ക്കുന്നത്? എത്രയൊക്കെ നിങ്ങൾ ഇരുട്ട് കൊണ്ട് ഓട്ട അടയ്ക്കാൻ ശ്രമിച്ചാലും സത്യം തെളിഞ്ഞു തന്നെ വരും. സ്വർണ്ണപാത്രം കൊണ്ട് കമത്തി വെച്ചാലും വെളിച്ചം തെളിച്ച് തന്നെ കത്തുമെന്നുള്ളത് പറഞ്ഞത് കണക്കുപോലെ കോൺഗ്രസിൻ്റെ പ്രവർത്തികളും ചെയ്തികളും BJPയുടെ പ്രവർത്തികളും ചെയ്തികളും കേരള രാഷ്ട്രീയത്തിൽ വളരെ വ്യക്തമായിട്ട് സുവർണ്ണ ലിപികളിൽ തന്നെ രചിച്ച് വെച്ചിട്ടുണ്ട്. അത് ചരിത്രത്തിലാണോ സ്ഥാനം, ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണോ സ്ഥാനം എന്നൊക്കെ നമുക്ക് ഇനി പരിശോധിച്ചറിയാനുള്ള കാര്യമാണ്. അതുകൊണ്ട് കുറച്ചുകൂടി വ്യക്തിപരമായ തർക്കങ്ങളും ഈഗോകളും വിഷയങ്ങളും ഒക്കെ ആണ്.